ആരെന്തോ പറഞ്ഞോട്ടെ, തള്ള എന്തിന് പറയുന്നു, തള്ളയ്ക്ക് തള്ള് ആയിക്കോട്ടെ, തള്ള തള്ളും. എൻ്റെ കുഞ്ഞുങ്ങളെയാണ് ഞാൻ തള്ളുന്നത്, വല്ല വഴിയെ പോകുന്നതിൻ്റെ പിള്ളേരെ അല്ലല്ലോ. ചേടാ അല്ല, പലതും പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഭഗവാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭഗവാന്റെ സാധനങ്ങൾ വരെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. എന്നിട്ട് പറയുന്നത് എന്തുവാ, ഞാൻ മാത്രമല്ല, ആ ചേട്ടൻ പറഞ്ഞ്, ഈ ചേച്ചി പറഞ്ഞ്, അങ്ങേര് പറഞ്ഞ്, ഇങ്ങേര് പറഞ്ഞത്. വല്യമ്മ ഇതുവരെ കുറേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും സുന്ദരിയായിട്ട് തോന്നിയിരിക്കുന്ന സിനിമ ഏതാ? ഏറ്റവും സുന്ദരിയായിട്ട് തോന്നിയിരിക്കുന്നത്? അത് ശരി, അതിലേ ഉള്ളൂ. അപ്പോൾ സുന്ദരി അല്ലാതാണ് പറഞ്ഞുകൊണ്ടിരുന്നല്ലേ, കൊള്ളാമല്ല. ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയ ആണെങ്കിൽ പോലും ഒരാൾക്ക് കൊടുക്കുന്ന ഒരു കണ്ടൻറ്റ് അതിൽ നിന്ന് ചോർത്തിയെടുത്ത് ഒന്നോ രണ്ടോ വാചകം വെച്ചിട്ട് ഇപ്പുറത്ത് പാർട്ടിയെ വളർത്താൻ വേണ്ടി ഇത് വാചകം കുടിക്കുക, വേറെ കുറേ പേര് ഈശ്വരവിശ്വാസികളാണെന്ന് പറഞ്ഞ് നമ്മളെല്ലാം നിരീശ്വരവാദികളാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുക. മല്ലികാ സുകുമാരെ കുറിയിട്ടയിൽ കമൻറ്റ് ചെയ്ത ഒരു മഹാനുണ്ട്. ഇവനൊക്കെ ആരടാ ഇതൊക്കെ ചുമ്മാ സത്യം. അല്ല, ഞാൻ ചോദിക്കുക, ഞാനൊരു പള്ളിയിലോ അമ്പലത്തിലോ ഈ മനുഷ്യനെ കണ്ട, അയ്യോ ചേട്ടാ കയറല്ലേ പൊക്കോന്ന്, അയ്യോ നിങ്ങൾ ഈശ്വരവിശ്വാസിയെന്ന് പറയും എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു സെൻസറിങ് വേണം. കാരണം ഒരു അന്തസ്സില്ലാത്ത രീതിയിൽ പോകുന്ന ചില യൂട്യൂബ് ചാനൽസ് ഉണ്ട്, അത് മഹാബോറാണ്. അല്ല, അവളുടെ രാവുകളിൽ സീമയുടെ ശബ്ദം എൻ്റെയാണ് കേട്ടോ. സീമയ്ക്ക് തുടക്കത്തെ ആദ്യത്തെ, അതായത് അവളുടെ രാവുകൾ, അടവുകൾ 18, പിന്നെ എന്താണ് അനുഭവം, അങ്ങനെ 2-3 പടം ഞാനാണ് ഡബ് ചെയ്തത്. പിന്നീട് സീമ പറയായിരുന്നു, ചേച്ചി അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഡബ് ചെയ്തത് കടുവയിൽ സീമയ്ക്ക് വേണ്ടി ഞാൻ വോയിസ് കൊടുത്തു. പല ആൾക്കാർ കമന്റിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് മല്ലിയാമ്മയുടെ ചായ, പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ, ആ ഒരു പാട്ട് എനിക്ക് അങ്ങനത്തെ ഒരു നായികയാവാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ചമ്മല, എനിക്ക് വരത്തില്ല. അതേസമയം മുണ്ടും നേരിതൊക്കെ കൊടുത്ത്, സാധാരണ സാരിയൊക്കെ കൊടുത്ത് അമ്പലത്തിൽ പോയി, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത 2 സ്റ്റാൻസാന്ന് പറയുന്ന ഒരു കൈലി, പിന്നെ ഒരു മുണ്ട്, അതൊക്കെ പറ്റി എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് ഈ ജാതി പറഞ്ഞ് അടിയുണ്ടാക്കുന്നുണ്ട്. സത്യം 2 എണ്ണം പൊട്ടിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നു അവിടെയാണ്. മല്ലിയാമ്മയുടെ എല്ലാ ടോക്കിലും, എല്ലാ സംസാരത്തിലും കേൾക്കുന്നൊരു കാര്യമാണ്, അറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യരെയും വേദനിപ്പിക്കരുത്. അത് നമുക്ക് തിരിച്ചടിയായിട്ട് വരും. മല്ലിയാമ്മ ഈശ്വരനെയാണോ കൂടുതൽ വിശ്വസിക്കുന്നത്, അതോ കർമ്മത്തിലാണോ കൂടുതൽ വിശ്വസിക്കുന്നത്? കർമ്മത്തിനെയോ? അല്ല, നമ്മുടെ കർമ്മം അനുസരിച്ചാണ് ഈശ്വരൻ നമ്മുടെ ഇവിടെ നിൽക്കുന്നത്. അതാണ് ഇത് വളരെ റിലേറ്റഡ് ആണ് രണ്ടും. കർമ്മം ശരിയല്ലെങ്കിൽ ഒരു ഈശ്വരനും തിരിഞ്ഞു നോക്കത്തില്ല. അതിൻ്റെ ഡയലോഗൊക്കെ അടിക്കാം, ഞാനാണ് മറ്റേ ഗുരുവായൂരപ്പൻ്റെ അളിയനെന്നൊക്കെ പറയാമെങ്കിലും അതൊന്നുമില്ല. സത്യം പറയാം, നമ്മുടെ കർമ്മഫലം തരും ഈശ്വരനല്ലോ അല്ലേ, എഴുതിയിരിക്കുന്ന അതാണ്. അപ്പോൾ അതുകൊണ്ട് കർമ്മഫലം എന്താണോ അതിനനുസരിച്ച് ഭഗവാൻ നിൽക്കും. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരാളെ ദ്രോഹിച്ചിട്ടില്ല. ഞാനൊരുത്തനെ ദ്രോഹിച്ചു, ചതിച്ചു, വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞ കഥകളുണ്ട്. പക്ഷേ ഞാൻ പുസ്തകം എഴുതിയിട്ടുണ്ടത്, ലക്ഷോപലക്ഷം ആൾക്കാർ വായിച്ചിട്ടുണ്ട്, കഥകൾ എഴുതിയിട്ടുണ്ട്, ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്ന് എന്നെ ചീത്ത വിളിച്ചവർ പിന്നീട് പറഞ്ഞു, അയ്യോ ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് സംഗതി എന്താണെന്നുള്ളത് കേട്ടോ, ചേച്ചി ക്ഷമിക്കണം എന്ന് പറഞ്ഞവരുണ്ട്. ഇന്നും ഞാൻ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല, അതൊരു അടഞ്ഞ അധ്യായമാണ്. അപ്പം ഞാൻ അപ്പോഴും പറയും, ഞാൻ എൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെങ്കിലും ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് എന്നെ കൊണ്ടാവുന്ന പോലെ ഒരു ഉപകാരം ചെയ്യാതിരിക്കുകയോ ചെയ്തിട്ട് എന്താ നിനക്കത് കൊടുക്കാമായിരുന്നല്ലോ, വലിയ ഭീമമായ കോടികളൊന്നും ചോദിച്ചില്ലല്ലോ, 10,000-10,000 രൂപയുടെ കാര്യമല്ലേ, നമ്മളെക്കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ ചെയ്യണം. ഞാൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ, എത്ര കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ കാശ് കൊടുക്കുന്നു അല്ലേ, മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള എത്ര കുട്ടികളെ ഞാൻ സഹായിക്കുന്നുണ്ട്. എവിടെയെങ്കിലും നിങ്ങൾ ലിസ്റ്റ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പം അവരുടെയൊക്കെ പ്രാർത്ഥന മതി നമുക്ക്. സത്യം പറഞ്ഞാൽ അവരൊക്കെ ഒരു നേരം പറയും, ഒരു സ്ത്രീ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, സന്ധ്യയ്ക്ക് ഞാൻ തിരികെ എത്തിക്കുമ്പോൾ ഞാൻ കർത്താവ് തമ്പുരാനോട് പറയുന്നത് അതാണ്, അമ്മയും കുഞ്ഞുങ്ങളും എവിടെ ഇരുന്നാലും സുഖമായിട്ടിരിക്കുന്നത്. കാരണം അമ്മയാണ് എനിക്ക് നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു തന്നത്. എന്തിന് ഇതെനിക്ക് വേണം എഴുതിക്കൂടെ പേപ്പറിൽ? അത് എഴുതിയാൽ പോയി, അതിൽ നിന്നുള്ള ഗുണം പോയി കിട്ടും. എൻ്റെ മക്കളോട് ഞാൻ പറയുന്നത് 2 പേരും ചെയ്യും കേട്ടോ. എസ്പെഷ്യലി ഈ പറഞ്ഞിട്ട് രാജു അവൻ്റെ വരുമാനം അനുസരിച്ച് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അവൻ്റെ കൂടെ നിൽക്കുന്നവർക്കെല്ലാം കാറ് വാങ്ങിച്ച് ടാക്സി ഓടിക്കാൻ കൊടുക്കുക, അത് ചെയ്ത് എവിടെയും ഇതൊന്നും പറയാറില്ല. അവൻ പറഞ്ഞിട്ടേ ഇല്ല. നല്ല കാര്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്, അത് പറയരുത്. കാരണം അത് പറയുമ്പോൾ ആ ചെയ്യുന്നതിൻ്റെ ഒരു പകുതി ഗുണം പോകും. ഉണ്ടായിരിക്കുക, എന്തിനാ, ദൈവം കാണുന്നുണ്ടല്ലോ നമ്മുടെ നല്ല സൽപ്രവർത്തികളൊക്കെ. അപ്പോൾ അതുകൊണ്ട് കർമ്മഫലം എങ്ങനെയാണോ അതനുസരിച്ച് തന്നെ ഈശ്വരൻ കൂടെ നിൽക്കുള്ളൂ. എൻ്റെ കൂടെ ഈശ്വരൻ നിൽക്കും എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. എനിക്കറിയാം നിൽക്കുമെന്നുള്ളത്. ഞാൻ തന്നെ എല്ലാ അമ്പലങ്ങളിലും പോയിട്ട് ഞാൻ മനസ്സുകൊണ്ട് സംസാരിക്കാറുണ്ട് ഭഗവാനോട്. അതിനൊക്കെയുള്ള ഉത്തരം എനിക്ക് കിട്ടുന്നുണ്ട്. അത് മതി.
മല്ലിയമ്മ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ട്രോളും അതുപോലെ തന്നെ കമൻറ്റ് സെഷൻസും ഒക്കെ വരുന്നുണ്ട്. എൻ്റെ പൊന്നു കുഞ്ഞെ, സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞാൽ അല്ല പലതും പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഭഗവാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭഗവാന്റെ സാധനങ്ങൾ വരെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. എന്നിട്ട് പറയുന്നത് എന്തുവാ, ഞാൻ മാത്രമല്ല ആ ചേട്ടൻ പറഞ്ഞ് ഈ ചേച്ചി പറഞ്ഞ് അങ്ങേര് പറഞ്ഞ് ഇങ്ങേര് പറഞ്ഞത്. എന്നോട് ഒന്നൊരാൾ പറയാം, ചേച്ചി ഇതുകൊണ്ടില്ല അമ്പലത്തിൻ്റെ മുമ്പ് ഇരിക്കുന്ന കുടം സ്വർണ്ണത്തിലുള്ളത് അതിന് എടുത്തോണ്ട് വരുന്നത് ഞാൻ എടുക്കുമോ. അയ്യോടാ, അത് ഏതോ പറഞ്ഞാലും പറഞ്ഞ സാറേ എന്തോ ഈ പറയുന്നത് ലക്ഷോപലക്ഷം ജനങ്ങൾ വന്ന് ഭഗവാനെ വിളിക്കുന്ന ഒരു സന്നിധാനത്ത് നിന്ന് ഞാൻ എടുക്കാനും വേണം, നിങ്ങൾ പോയി അങ്ങ് എടുക്കുമെന്ന് പറയണം. അപ്പം പുള്ളിക്കൂടെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ട് തന്നെയല്ലേ ഇത് ശരി സാറേ ഞാൻ ഇപ്പം ഈ എടുത്തുകൊണ്ട് വരാമെന്ന് പറയുന്നത്. അത് തെറ്റ് ഒന്ന്. പിന്നെ സോഷ്യൽ മീഡിയ ഇവിടെ മിണ്ടിയാൽ ഉടനെ സിനിമ സെൻസർ ചെയ്യുന്നുണ്ട് അല്ലേ, പലതിനും ഭയങ്കര സെൻസറിങ്ങാണ്. ചാനലുകാർ എന്തുവാ എല്ലാവരും വല്ല ശുദ്ധ ഇല്ല, എല്ലാ ചാനൽക്കും അവരുടേതായ രാഷ്ട്രീയ ചായവുണ്ട്. അതനുസരിച്ചിരുന്ന് ഘോരം പ്രസംഗിക്കും. ആയിക്കോട്ടെ, നല്ല കാര്യം, അവർക്കതാണ് ജോലി. അവിടെ സെൻസർ ചെയ്യേണ്ട കാര്യങ്ങൾ പലതും ഇല്ലേ, എന്തെല്ലാം പറയുന്നത്. ഇപ്പോൾ കാണുന്നത് എങ്ങനെയാണെന്നറിയാം. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞു, അതുകൊണ്ട് ഇപ്പം ശരി ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയ, അങ്ങനെയാണ് സോഷ്യൽ മീഡിയയെ മല്ലികാ സുകുമാരൻ തെറി പറഞ്ഞു. ഇതാണ് ഹെഡിങ്. ഈ ഇൻ്റർവ്യൂ എന്തോ അതുപോലും കേൾക്കത്തില്ല. ഇതിനകത്തെ 2 വാചകം എടുത്ത് വെച്ചേച്ച് അത് വെച്ച് കളിച്ചിട്ട് പിന്നെ അവകാശം ഉണ്ടാക്കുക. അപ്പം ഇതാണ് ഞാൻ പറയുന്നത്. കാരണം അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് ഒന്ന് ആലോചിക്കണം. ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു സെൻസറിങ് കൊണ്ടുവന്നാൽ നല്ലതാണ്. കാരണം വേറൊന്നുമല്ല, പറയാത്ത കാര്യങ്ങൾ ഇപ്പം എനിക്കൊക്കെ കേസ് കൊടുക്കാൻ വക്കീലിനെ അറിയാൻ വയ്യാഞ്ഞിട്ടും ഒന്നുമല്ല, നല്ല വക്കീലന്മാരൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ എവിടെയും കൊടുക്കാം. പക്ഷേ അതല്ലല്ലോ അതിൻ്റെ ആവശ്യം. എന്തിനാ അവരെയൊക്കെ അങ്ങനെ വലിയ ആളാകുന്നത്? അപ്പം ഇത് ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയ ആണെങ്കിൽ പോലും ഒരാൾക്ക് കൊടുക്കുന്ന ഒരു കണ്ടൻറ്റ് അതിൽ നിന്ന് ചോർത്തിയെടുത്ത് 1-2 വാചകം വെച്ചിട്ട് ഇപ്പുറത്ത് പാർട്ടിയെ വളർത്താൻ വേണ്ടി ഇത് വാചകം കുടിക്കുക, വേറെ കുറേ ഈശ്വരവിശ്വാസികളാണെന്ന് പറഞ്ഞ് നമ്മളെല്ലാം നിരീശ്വരവാദികളാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുക. മല്ലികാ സുകുമാരൻ കുറിയിട്ടയിൽ കമൻറ്റ് ചെയ്ത ഒരു മഹാനുണ്ട്. ഇവനൊക്കെ ആരടാ ഇതൊക്കെ ചുമ്മാ സത്യം. അല്ല ഞാൻ ചോദിക്കുക, ഞാനൊരു പള്ളിയിലോ അമ്പലത്തിലോ ഈ മനുഷ്യനെ കണ്ട അയ്യോ ചേട്ടാ കയറല്ലേ പൊക്കോന്ന്, അയ്യോ നിങ്ങൾ ഈശ്വരവിശ്വാസി എന്ന് പറയും എന്ന് പറഞ്ഞാൽ അതൊക്കെ വെറുതെ ഒരു ജാട സോപ്പടി, ചാനലിനെ സോപ്പടിക്കുക, അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക, ഇതൊക്കെ ഉള്ളൂ. അതൊക്കെ ഒന്ന് മാറ്റി ഈ സോഷ്യൽ മീഡിയ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒറ്റ വഴി എന്ന് പറയുന്നത് നിങ്ങൾക്ക് തരുന്ന ഇൻ്റർവ്യൂ നിങ്ങൾ അതിൻ്റേതായ ഇത്, പക്ഷേ കമൻസ് കിട്ടുമ്പോഴായിരിക്കും നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനൊരു ഒരു നിയന്ത്രണം വേണം. എന്തുമാരെയും പറയാം എന്നുള്ള ഒരു സംവിധാനം ഈ രംഗത്ത്. എന്നാൽ പിന്നെ എന്തിനാണ് സിനിമയ്ക്ക് സെൻസറിങ്? സോഷ്യൽ മീഡിയയിലൂടെ പറയാമെങ്കിൽ സിനിമയിലും പറഞ്ഞൂടെ? അപ്പോൾ സിനിമയ്ക്ക് ഭയങ്കര ഞാനിരുന്നിട്ടുണ്ട് 3.5 വർഷം സെൻസർ ബോർഡിൽ. എനിക്കറിയാം അവിടെ എഴുതി തരുന്ന നിയമങ്ങൾ എന്തൊക്കെയാണ്. എന്നെ ആരും പഠിപ്പിക്കേണ്ട സെൻസറിങ്ങിന്, അതൊന്നും പലർക്കും അറിയില്ല. അവരെഴുതി തരും ഇന്നതൊക്കെ പാടില്ല, അത് പാടില്ല, ഇത് പാടില്ല, മറ്റേത് പാടില്ല എന്നൊക്കെ. അതിനപ്പുറം അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അനുസരിച്ചാൽ അവർ അതിനനുസരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഒന്ന് പടമിറക്കും. അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു സെൻസറിങ് വേണം. കാരണം ഒരു അന്തസ്സില്ലാത്ത രീതിയിൽ പോകുന്ന ചില യൂട്യൂബ് ചാനൽസ് ഉണ്ട്, അത് മഹാബോറാണ്. കാരണം ഇതിപ്പോൾ ഞാൻ വായിക്കാൻ പോട്ടെ, അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ളവർ വായിച്ചാൽ പോട്ടെ, കുട്ടികളൊക്കെ ഇരുന്ന് ഇത് വല്ലതും വായിക്കുകയൊക്കെ ചെയ്യുകയാണ്. അതെന്തോ ഇങ്ങനെ അങ്ങനെ മോശമല്ലേ, ഏതൊരു വിചാരിക്കണം. അവർക്കും ഇല്ലേ പിള്ളേരൊക്കെ, എനിക്കറിയാൻ വയ്യ. അതെന്തോ എല്ലാവരും ബ്രഹ്മചാരികളാണോ എന്തോ ഈശ്വര പറഞ്ഞൂടെ, ഈശ്വര ഒന്നും പറഞ്ഞൂടെ. ഏതായാലും ഒറ്റ കാര്യമുള്ളൂ, നാട് നന്നാവണമെങ്കിൽ എല്ലാവരും ഒന്നിച്ച് നന്നാവണം, അല്ലെങ്കിൽ നന്നാവണം എന്നുള്ള ചിന്തയെങ്കിലും വേണം, നന്നായില്ലെങ്കിലും. അപ്പോഴേ ഈ നാടിന് അതിൻ്റേതായ ഒരു ഐശ്വര്യം. ഇപ്പോൾ കേരളത്തിനെക്കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് കുറ്റം പറയാനായിട്ട്, ഇപ്പോൾ ഭരിക്കുന്നവരെക്കുറിച്ചുള്ള കുറ്റങ്ങളല്ലാതെ ഇവിടെ സ്രോതസ്സില്ലെന്നോ അല്ലെങ്കിൽ ഇതിന് അവിടെ അതൊന്നുമല്ല. നമുക്ക് പ്രകൃതി കരിഞ്ഞെല്ലാം തന്നിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളമുണ്ട്, പച്ചപ്പുണ്ട്, ഗ്രീനറി ഉണ്ട്, അതുണ്ട് ഇതുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ നന്നാവില്ല മാവ, എന്നെ തല്ലണ്ടാന്ന് ആൾക്കാർ പറയാൻ തുടങ്ങിയാൽ എവിടെ ചെന്ന് അവസാനിക്കാനാണ് അല്ലേ? എല്ലാവരും കൂടെ ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ശ്രമിച്ച് നോക്കിയിട്ട് ആര് ഭരിച്ചാലും അപ്പോൾ കാണാം ഈ കേരളം എവിടെ നിൽക്കുമോ എന്നുള്ളത്. 1ാം സ്ഥാനത്ത് വരും അപ്പോൾ കേരളം ഇന്ത്യയിൽ. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് ശ്രമിക്കുന്നു, ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും ശ്രമിക്കുന്നു എന്നുണ്ടാൽ അവരെ സപ്പോർട്ട് ചെയ്യുക. അത്രയുമേ ഞാൻ പറയുന്നുള്ളൂ. മല്ലിയമ്മയുടെ ഒരു പഴയ സിനിമ ഞാൻ ഈ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്, സ്വപ്നാടൻ എന്ന്. അയ്യോ, എനിക്ക് അത് സംസ്ഥാന അവാർഡ് കിട്ടിയ ഒരുപാട് സംസ്ഥാന അവാർഡ് തൂത്തുവരി. അതിനകത്താണ് തോന്നുന്നത് മല്ലിയമ്മയ്ക്ക് മികച്ച 2ാമത്തെ നടിക്ക് കിട്ടി. അതാണ് KG ജോർജ് സംവിധാനം ചെയ്ത പടമാണ്. സാറിന്റെ ആദ്യത്തെ പടമാണ്.
അതല്ലേ ആ സ്വപ്നമുണ്ട്. വളരെ വ്യത്യസ്തമായിരിക്കും. നമ്മുടെ നാച്ചുറൽ ആയിട്ട് ഒരാളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അങ്ങനെയാണ് അത് അല്ലാതെ picturize സാറ് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളൊന്നും അത്രയ്ക്കൊന്നും അഭിനയിക്കാൻ അതല്ലേ, കോളേജിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ സാർ അങ്ങനെയല്ല കേട്ടോ, കാണിച്ചു തരും. ആ. ഇത്ര നോക്കിയാൽ മതി, കൂടുതൽ നോക്കണ്ട, കൂടുതൽ തലയാട്ടരുത്, അങ്ങനെ ഇങ്ങനെ, നിങ്ങൾക്ക് രണ്ടും ഉണ്ട കണ്ണുണ്ട്, അത് വെച്ച് നോക്കിയാൽ അതിങ്ങനെയൊക്കെ സാറ് പറയും സത്യം പറഞ്ഞാൽ. അപ്പോൾ അതിങ്ങനെ നമ്മളിങ്ങനെ അത് പലത് അത് അതുപോലെ ആയിരുന്നു കേട്ടോ. വിൻസെൻ്റ് മാഷൊക്കെ ഡയറക്ടർ, അയ്യോ ഇത്ര വലിയ ഡയറക്ടേഴ്സ് അവരൊക്കെ കാണിക്കും, ഇത്രയും മതി, ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ വരും, നിൽക്കുക, ഒന്ന് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഒരു പുച്ഛഭാവം. അതിനപ്പുറത്തോട്ട് പോയാൽ സാറ് അത്ര വേണ്ട, അത് അങ്ങനെ പറഞ്ഞു തന്ന് നമ്മളെ കൊണ്ട് ചെയ്യിച്ചിട്ട് നമുക്കുണ്ടായ കഴിവുകളാണ് പലതും സത്യം പറഞ്ഞാൽ. അയ്യോ ജോർജ് സാറിൻ്റെ ഫസ്റ്റ് പടം, എനിക്ക് ആദ്യത്തെ ഈ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയ പടം, അത് വാങ്ങിച്ചത് ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ശ്രീ കെ കരുണാകരൻ്റെ കയ്യിൽ നിന്നാണെന്നുള്ളത് അതിനെക്കാട്ടി വലിയ, അതിപ്പോൾ പാർട്ടി അടിസ്ഥാനത്തിലല്ല, ആ വ്യക്തിത്വത്തിന് ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നത്. അയ്യോ എന്ത് കാര്യം വന്നാലും സുകുമാരൻ ഇടതുപക്ഷം ആക്കരുത് ചെയർമാൻ എന്ന് പറഞ്ഞാൽ സ്ഥാപനം ഒന്ന് നന്നാക്കിക്കോട്ടെ, എന്നിട്ട് നമുക്ക് ഇറങ്ങി വിടാം എന്നുള്ളതുപോലെ മുഖത്ത് നോക്കി പറയുന്നൊരു ഭരണാധികാരി. ആ ഇടുക്കൊക്കെ മക്കൾക്ക് വരട്ടെ എന്ന് ഞാൻ ആലോചിക്കുന്നു. എങ്ങനെയാണ് ആ സ്വപ്നാടൻ സിനിമയിലോട്ട് വന്നു പെട്ടെന്ന്? ഞാൻ അത് ലത്തീഫ് ഒരു പ്രൊഡക്ഷൻ കൺട്രോളുണ്ട്, അത് ലത്തീഫ്, മറ്റേ അദ്ദേഹത്തിൻ്റെ വൈഫൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ലത്തീഫ് ഒരു ദിവസം പറഞ്ഞു ഇങ്ങനെ സ്വപ്നാടനം ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ, ഞാനന്ന് ഉത്തരായനത്തിൽ അരവിന്ദൻ സാറിൻ്റെ പടത്തിൽ അഭിനയിച്ച കഥയൊക്കെ പലരോടും പറഞ്ഞു. യോ എൻ്റെ ദൈവമേ, ഞാനിങ്ങനെ മാതൃഭൂമിയുടെ പുറകിൽ ചെറിയ ലോകം അതിൽ കണ്ട ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പടത്തിൽ. ആദ്യ സിനിമയാണെന്ന് തോന്നുന്നു ഉത്തരായനം ഫസ്റ്റ് ഫിലിം അതാണ്. അപ്പം അരവിന്ദൻ സാറിനെ അറിയാമല്ലോ, ഒരുപാട് സംസാരിക്കത്തില്ല, ഇങ്ങനെ സംസാരിക്കത്തേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇതുപോലൊരു പുതിയ ആളിനെ വേണം നോക്കിയിട്ട് നടക്കുകയാണ് ഇവർ. അപ്പോൾ ജോർജ് സാർ പറഞ്ഞു, ഇപ്പോൾ ഈയിടെ അരവിന്ദൻ്റെ പടത്തിലൊക്കെ അഭിനയിച്ച ഒരാളുണ്ട്, വലിയ സിനിമയിലൊന്നും അധികം വന്നിട്ടില്ല, നമുക്ക് അങ്ങനെ ഒരു ആളൻ ഒരു പെൺകുട്ടി വീട്ടിൽ ഭയന്ന് കഴിയുന്നു. എൻ്റെ അമ്മാവൻ്റെ മകനാണല്ലേ ഹീറോ മോഹൻദാസ്. ഞാനും മോഹൻദാസ് കൂടി ഇടയ്ക്ക് സാറിൻ്റെ ഒരു ഓർമ്മ പരിപാടിയിൽ തിരുവല്ലായി പങ്കെടുത്തു ഒരു 1.5 മാസം മുമ്പ്. അയ്യോ ഞാൻ മോഹൻദാസിനെ കണ്ടപ്പോൾ അന്തം വിട്ടു, ഇത് അരച്ച് വേറെ ആരാണ്ടൊക്കെ വന്ന് ഞാൻ പറഞ്ഞു ഞങ്ങളൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, ഇങ്ങനെ കറുപ്പൊക്കെ ഇട്ട് നടക്കുന്നതാണ്, ഇതിലും തലച്ചതാണ് ഞങ്ങളൊക്കെ എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് ഈ മോഹൻദാസ് ഞാൻ കുറച്ച് സീനേ ഉള്ളൂ, കാരണം എൻ്റെ ഒരു മുറച്ചെറുക്കനായിട്ട് വരും പുള്ളി അതിനകത്ത്. അപ്പോൾ ഇങ്ങനെ കോളേജിൽ പോകുന്നു, ഞാൻ വരുന്നു, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. പിന്നെ ചില പേടിപ്പിക്കുന്ന സീനുകൾ, തിരുവനന്തപുരം ശംഖുമുഖം കടപ്പുറത്ത് ഞങ്ങളെല്ലാം കറുത്ത് ചില ഒരു വരി ഗൗണിട്ട് വരുന്നു മോഹൻദാസ്. അയ്യോ അതൊക്കെ എന്തൊരു. അപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞു സാറേ ഇതിങ്ങനെ ഒരുമാതിരി പ്രേതം പോലെ നടക്കുന്നത്. അപ്പോൾ പിന്നെ ഈ മേക്കപ്പ് ഒന്നും ഇടത്തില്ല സാർ, ഇല്ല എല്ലാവരും കണ്ട അതുപോലെ ഇരിക്കുന്നവരായതുകൊണ്ട് മേക്കപ്പ് വേണമെന്ന് സാർ പറയാം. അങ്ങനെ എന്തല്ല അങ്ങനെ ആ പടത്തിൽ എനിക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടി. ഞാൻ വിദേശത്ത് പോകുമ്പോഴും എന്നെ ഇപ്പോൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് പലരും അങ്ങനെ സ്വപ്നാടന ചിത്രത്തിലൂടെ സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയത്. അപ്പോൾ അത് ഞാൻ ചുമ്മാ പിള്ളേരോട് പറയും, ഈ ബൊമ്മ കാണുമ്പോഴൊക്കെ നമ്മളുടെ ആദ്യം കൊണ്ടുവച്ചത് അമ്മയാണേ കേട്ടോ ഈ ബൊമ്മ എന്നൊക്കെ പറഞ്ഞ് തമാശന് പറയാറുണ്ട്. രണ്ടാമത്തെ സിനിമയായിരുന്നു അല്ലേ സ്വപ്നാടനം? രണ്ടാമത്തെ സിനിമ. മല്ലിയമ്മ ഇതുവരെ കുറേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അതിനകത്ത് ഏറ്റവും സുന്ദരിയായിട്ട് തോന്നിയിരിക്കുന്ന സിനിമ ഏതാ? ഏറ്റവും സുന്ദരിയായിട്ട് തോന്നിയിരിക്കുന്നത്? അത് ശരി, അതിലേ ഉള്ളൂ. സുന്ദരി അല്ലാതാണ് പറഞ്ഞുകൊണ്ടിരുന്നല്ലേ, കൊള്ളാമല്ല. കഴിഞ്ഞ ദിവസം ഞാൻ സ്ഥിരമായിട്ട് കേട്ടോണ്ടിരിക്കുന്ന പാട്ടുണ്ട്. എൻ്റെ വീട്ടിലെ അമ്മയും അമ്മൂമ്മയൊക്കെ ഞങ്ങൾ പാട്ട് പാടി ഉറക്കണ ഉണ്ണി ഒരുപാട് പേര്. എൻ്റെ കൊച്ചുമക്കള് പ്രദേശ് ഇന്ദ്രൻ്റെ രണ്ടാമത്തെ മോൾ, അവൾക്ക് ഉറങ്ങാണെങ്കിൽ ഒരു പാട്ട് പാടുമായിരുന്നു. അപ്പോൾ ആദ്യം കുറെ കാലം ഞാൻ ഉണ്ണി ആരാരോ പാടി. പിന്നെ മറ്റേ ജയരാജിൻ്റെ ഒരു പടത്തിലൊരു പാട്ടുണ്ടല്ലോ, എന്താണ് ചാഞ്ചാടി. അതെ ചാഞ്ചാടി. ഇത് രണ്ടും പാടിയാണ് ഞാൻ ഉറക്കി. ഇപ്പോൾ ഒക്കെ വലുതായി പോയി പിള്ളേർ, കൊച്ചിലെ അങ്ങനെയായിരുന്നു. അമ്മൂമ്മ പാട അവക്കില്ല ഇതിനകത്ത് കാണുന്ന കൈ വെച്ച് ഇങ്ങനെ തട്ടി ഞാൻ പാടും. ആ പാട്ട് എല്ലാവരുടെയും വീടുകളിൽ പോയി കുഞ്ഞുങ്ങളെ ഉറക്കാൻ ഞാൻ തന്നെ പാടിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ സത്യം, അയ്യോ അതൊക്കെ നേരത്തെ കാണുമ്പോൾ വേറൊരു സെറ്റപ്പായിരുന്നു പോലെ. ആ സിനിമ എടുക്കുന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഒരു സെറ്റിൽ ഒരേതുപോലെ നസീർ സാറിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന ആഹാരം ഞങ്ങൾക്ക് എല്ലാം കിട്ടും. അതൊക്കെ അങ്ങനെ ഒരു വേറൊരു ടൈപ്പ്. നമ്മളൊരു ഔട്ട്ഡോർ ലൊക്കേഷന് പോയാൽ നമ്മളെല്ലാവരും കൂടെ ഒരു പിക്നിക്ക് പോകുന്ന പോലെ, അല്ലാതെ അവർ ഹീറോ ഇവർ മിണ്ടാതെ അങ്ങനത്തെ ഒരു ഒന്നും ഇല്ല. ഒരു ഫാമിലിയിലുള്ളവരാണ് എല്ലാവരും എന്നുള്ള ഒരു സ്നേഹം. ഇതുപോലെ തോളത്ത് കൈയിടാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് കൂടെ നടന്നിട്ട് ബാക്കിയുള്ളവരുമായിട്ട് തമ്മിലടിപ്പിക്കുക, ഇതൊന്നും അന്നില്ല, ചിലവാകത്തില്ല അതൊന്നും. നസീർ സാറിൻ്റെ അടുക്കൽ എന്തോ അതെ ഞങ്ങളെ ചുമ്മാരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ സാറ് അതൊന്നും അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇപ്പം പിന്നെ കാലം മാറിയോണ്ടായിരിക്കാം നമുക്ക് പറയാനൊക്കെ. ഞാൻ അവളുടെ രാവുലിനകത്ത് ആ പാട്ട് ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്കത് ആരാന്ന് ഇതുവരെയും മനസ്സിലായിട്ടില്ല. അപ്പോൾ എൻ്റെ അമ്മയാണ് പറഞ്ഞത് ഇത് മല്ലിക സുമരനാണ്. അമ്മയെ ഞാൻ പ്രത്യേകം അന്വേഷിച്ച് പറയണം, മോനെക്കാട്ടിൽ അമ്മയോടാണ് സ്നേഹം എന്ന് പറയണം കേട്ടോ. പക്ഷെ മനസ്സിലാവുന്നേ ഇല്ല. അവളുടെ രാവുകളിൽ സീമയുടെ ശബ്ദം എൻ്റെയാണ് കേട്ടോ. അതെ
സീമയ്ക്ക് തുടക്കത്തെ ആദ്യത്തെ, അതായത് അവളുടെ രാവുകൾ, അടവുകൾ 18, പിന്നെ എന്താണ് അനുഭവം, അങ്ങനെ 2-3 പടം ഞാനാണ് ഡബ് ചെയ്തത്. പിന്നീട് സീമ പറയായിരുന്നു ചേച്ചി, അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഡബ് ചെയ്തത് കടുവയിൽ സീമയ്ക്ക് വേണ്ടി ഞാൻ വോയിസ് കൊടുത്തു. സീമയ്ക്ക് സ്ഥിരമായിട്ട് ഞാനായിരുന്നു ആദ്യത്തെ തുടക്കകാലത്ത്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും പറയേ അയ്യോ അടവുകൾ ചേച്ചിയുടെ ശബ്ദം. അതെ, അയ്യോ അതിന് ഒരു കൊച്ചു പണ്ട, ഞാൻ അന്ന് കൊച്ചു പണ്ടായിരുന്നു, ഇപ്പം അല്ലേ വയസ്സായത് എന്ന് ചോദിക്കും. പിന്നെ ഈ ഇടയ്ക്ക് വേറൊരു പാട്ട് ഞാൻ കണ്ടായിരുന്നു, ചാലക്കമ്പോളത്തിൽ വെച്ച്. അത് ശ്രീകുമാരൻ തമ്പിസാറിൻ്റെ പടം. അതിലാണ് ഞാൻ ജയൻ്റെ കൂടെ, അയ്യോ കഷ്ട ഈശ്വര, ജയൻ്റെ കൂടെ, അത് എല്ലാവരും ഉണ്ടല്ലോ. അത് ഞാൻ നസീർ സാറിൻ്റെ പെങ്ങള്, സോമൻ്റെ കാമുകി, സോമേട്ടൻ്റെ കാമുകി, ജയൻ വില്ലൻ, എന്നെ നശിപ്പിച്ചുകൂടുക. അത് സോമേട്ടനും ജയനും ആയിട്ടുള്ള ഒരു ശത്രുതയുടെ പുറത്ത് ചാടി, വീട് പൊളിച്ച് ചാടി എന്നെ അങ്ങ് നശിപ്പിക്കാൻ വരുന്ന ഒരു കഥാപാത്രമായിട്ടൊക്കെ. അപ്പം അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാവരും എൻ്റെ കൂടെ അഭിനയിച്ച ആ പടത്തിലെ മെയിൻ ഹീറോസ് എല്ലാവരും എൻ്റെ കൂടെ അഭിനയിച്ചു. കാരണം നസീർ സാറിൻ്റെ പെങ്ങളായിരുന്നു ഞാൻ അതിനകത്ത്. അങ്ങനത്തെ ഒരു വേഷം. ആ ചാലക്കമ്പോളത്തിൽ എന്നുള്ള പാട്ടിനകത്ത് അയ്യോ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇനിയിപ്പോൾ ചിരി വരും. അല്ല, അത് ചിരിയെ കണ്ടിട്ടല്ല, അതിനകത്ത് മല്ലികാമ്മ ആ ഫ്രോക്കൊക്കെ ഇട്ടിട്ട് വരുന്നില്ല. അത് കാണുമ്പം ഇന്ദ്രത്തേട്ടൻ വന്ന് ഫ്രോക്ക് ഇട്ടുണ്ട്. അല്ല, അത് എല്ലാവരും പറയട്ടെ, ഇന്ദ്രൻ എന്റെ ഛായയാണ്, മറ്റവൻ അച്ഛൻ്റെ കൊണ്ടിരിക്കുന്നത്. എനിക്കത് പല ആൾക്കാർ കമന്റിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് മല്ലികാമ്മയുടെ ഛായ, പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ആ ഒരു വീഡിയോ കണ്ടപ്പോ, ആ ഒരു പാട്ട് എനിക്ക് അങ്ങനത്തെ ഒരു നായികയാവാൻ സത്യം എനിക്ക് ചമ്മല, എനിക്ക് വരത്തില്ല. അതേസമയം മുണ്ടും നേരിതൊക്കെ കൊടുത്ത്, സാധാരണ സാരിയൊക്കെ കൊടുത്ത് അമ്പലത്തിൽ പോയി, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത 2 സ്റ്റാൻസ് എന്ന് പറയുന്ന ഒരു കൈലി, പിന്നെ ഒരു മുണ്ട്, അതൊക്കെ പറ്റി എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഇതെന്തോന്ന് ചോദിച്ചാൽ, അപ്പം അതൊരു ഇമാജിനേഷൻ ആയതുകൊണ്ട് ഒന്നും പറയാനൊക്കത്തില്ല. തമ്പിച്ചേട്ടനായിരുന്നു അത്. തമ്പിച്ചേട്ടൻ്റെ പടത്തിൽ ഈ പറഞ്ഞിട്ട് മോഹിനിയാട്ടം, ഈ പോലെ ജയിക്കാനായി ജനിച്ചവൻ, അങ്ങനത്തെ കുറേ കുറേ പടത്തിൽ ഞാൻ തമ്പിച്ചേട്ടൻ്റെ പടത്തിനകത്ത് വന്ന് ചേട്ടനൊരു സീരിയൽ എടുത്തപ്പോഴും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. തമ്പിച്ചേട്ടനാണ് എൻ്റെ ജീവിതത്തിലെ സാക്ഷി. എല്ലാവരും ചോദിച്ചു സാക്ഷിയുണ്ടോ സുകുമാരനെ കല്യാണം കഴിച്ചിരുന്നൊക്കെ. സത്യം, അത് ഞാൻ ഞെട്ടിപ്പോയി. തമ്പിച്ചേട്ടനാണ് ഫേസ്ബുക്കിൽ ഇടുന്നത് ഞാനാണ് സാക്ഷി എന്ന്. അല്ല, അതിനും വേണം ഒരു ഇത്. ഞാൻ പേഴ്സണലി എടുക്കുമ്പോൾ എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തൊരു കാര്യമാണ് മല്ലികാമ്മയുടെ ലൈഫ്, പേഴ്സണൽ ലൈഫ് എന്ന് പറയുമ്പം അന്നത്തെ കാലത്തിൽ ഒരു വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്ന ഒരു ഫാമിലി ജനിക്കുന്നു, ഒരു പേഴ്സണാലിറ്റി ഇരിക്കുന്ന ഒരു ഡിസിഷൻ എടുക്കുന്നു, അത് പാളിപ്പോകുന്നു, അതിനുശേഷം വീണ്ടും ജീവിതത്തെ കരുപിടിപ്പിച്ചെടുപ്പിക്കുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ അത് നോർമലാണ്, പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെ സർവൈവ് ചെയ്തു വന്നു? കറക്റ്റ്, അതൊരു വലിയൊരു സത്യമാണ്. ഒരുപാട് ആ സമയത്തായിരുന്നു എനിക്ക് ഒരുപാട് ടെൻഷൻ. കാരണം ഞാൻ എൻ്റെ അച്ഛനെ അമ്മയെ വിട്ടൊരു 4 കൊല്ലത്തോളം എനിക്ക് ഉടനെ പോയി കാണാമെന്നൊക്കെ പറഞ്ഞാണ് ഒരു ജീവിതത്തിൽ ഇറങ്ങി തിരിച്ചെങ്കിലും അതൊക്കെ പിന്നെ ഒരു ഓരോരോ വേലിക്കെട്ടുകളായി. ഇങ്ങനെ ചെയ്താൽ പോകാം, അങ്ങനെ ചെയ്താൽ പോകാം, നിബന്ധനകൾ പലതും വെച്ചു. അതൊന്നും എനിക്ക് എൻ്റെ അച്ഛനോട് പറയാൻ സാധിക്കുമായിരുന്നില്ല. ഞാൻ തന്നെയാണ് തെറ്റ് ചെയ്തത്. പിന്നെ ഞാൻ തന്നെ എൻ്റെ അച്ഛനോട് അത് കാരണം പിന്നെ അതൊക്കെ കഴിഞ്ഞങ്ങ് പോയി. അവിടുന്ന് പിന്നെ ഈ പറഞ്ഞ എൻ്റെ തൊട്ട് നേരിട്ട് വന്ന് കല്യാണം ആലോചിച്ച് സുഖേട്ടനെ ഇങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ കാലം പോലെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. എവിടുന്നോ, അതാണ് പല ഇൻ്റർവ്യൂവിൽ ഞാൻ ഒരു ദൈവപുത്രനെ പോലെ വന്നു എന്ന് ഞാൻ പറഞ്ഞത്. കാരണം ഒരു ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രത്യക്ഷപ്പെട്ട് 1-2 പടത്തിൽ നിഴലേ നീ സാക്ഷി, പിന്നെ അങ്ങനെ ചില പടങ്ങൾ ഈ അവളുടെ രാവുകളിലൊക്കെ വെച്ച് കണ്ട് എടുത്ത് പരിചയം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെങ്ങളും ഞാനും കൂടെ കോട്ടൺ ഹില്ലും വിമൻസ് കോളേജിലും ഒന്നിച്ച് പഠിച്ചതാണ്. ആ ഒരു പരിചയം വെച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ വീട്ടിൽ, പക്ഷേ അന്ന് ഇദ്ദേഹം നടന്നതല്ല, ഇവിടെ കണ്ട് യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുക, എൻ്റെ ചേട്ടൻ ഒക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കണ്ടതേ ഉള്ളൂ. അത് നമുക്കൊരു വിചാരവും ഇല്ലല്ലോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആലോചിച്ചത്, ഇത്രയും ഒരു വിവരമുള്ളൊരു മനുഷ്യൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്, അപ്പം എന്തെങ്കിലുമൊക്കെ അതിൽ കാണും. ശരിയാണ്. ഞാൻ എൻ്റെ കുതിരോട്ടം പോട്ടനോടായിരുന്നു കൂടെ. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അച്ഛൻ ആദ്യം ചോദിച്ചതാണ്, സ്വയം മനസ്സിലാക്കി നീ വരുമോ എന്നുള്ളത് എനിക്കറിയാമായിരുന്നു മോളെ. നമുക്ക് ചേരേണ്ടിടത്ത് ചേരണം, ഇല്ലെങ്കിൽ ഏച്ച് കെട്ടിയാൽ പുഴച്ചിരിക്കുന്നത് അച്ഛൻ പറഞ്ഞ വാചകം സത്യം. അങ്ങനെ പിന്നെ അവിടുന്ന് പിന്നെ ഞാനും ഒരു രാജകുമാരിയെ പോലെ അദ്ദേഹം ഈ പറഞ്ഞിട്ട് കൊണ്ട് നടന്ന് എന്നെ ദുഃഖം അറിഞ്ഞിട്ടില്ല. അദ്ദേഹം മരിക്കുമ്പോഴും അതെ സത്യം. ഈ പറയുന്ന പാവം മമ്മൂട്ടി പോലും ചോദിച്ചു, ചേച്ചി എങ്ങനെയാണ് സാമ്പത്തികം? പക്ഷേ ഒരാളും സഹായിച്ചില്ലെങ്കിലും സുഖമായിട്ട് ജീവിക്കാനുള്ളതല്ല ആ കാലയളവ്. ഞങ്ങളൊരു ഇത്ര 10-20 വർഷം ഞങ്ങളൊന്നിച്ച് 22 വർഷത്തോളം ഉണ്ടായിരുന്നല്ലോ. പിന്നെ കുട്ടിക്കാനത്ത് വീട്, പിന്നെ കാന്തല്ലൂർ പുരയിടവും ഒരു ചെറിയ വീടും, പിന്നെ തിരുവനന്തപുരം, മദ്രാസ്, ഊട്ടി, ഇതെല്ലാം അദ്ദേഹം വാങ്ങിച്ചിരിക്കുന്നതിലൊക്കെ ഞങ്ങളുടെ 2 പേരുടെയും കൂടെ. ചിലതൊക്കെ എൻ്റെ പേരിൽ മാത്രമുണ്ട്, അങ്ങനെ വാങ്ങിച്ചിട്ടു. അപ്പോൾ ചിലതൊക്കെ എനിക്ക് നോക്കാൻ വയ്യാതെ ഇപ്പോൾ ഈ മൂന്നാറൊക്കെ എനിക്ക് തന്നെ പോകാനൊക്കെ പിന്നെ അവസാനം വലിയ പാടായി തുടങ്ങി.
മൂന്നാർ ഊട്ടി ഞാൻ കൊടുത്തു, ബാക്കിയൊക്കെ ഇപ്പോഴും അതുപോലെ വാടകയ്ക്ക് കൊടുത്തൊക്കെ. അതുകൊണ്ടല്ലേ ഇങ്ങനെ ഇരിക്കുന്നത്. പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് സുമാരൻ എന്ന് പറയുന്നത് ഇത്രയും റഫ് ആൻഡ് ടഫ് ആയിരിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങൾ അഭിനയിച്ചിട്ടില്ല, റൊമാൻസ് എന്ന് പറയുന്നത് ഈ മനുഷ്യന്റെ 7 കൊല്ലത്ത് കൂടെ പോയിട്ടില്ല എന്ന് പല ആൾക്കാരും. പക്ഷെ റഫ് ആൻഡ് ടഫ് എന്ന് പറയാ എല്ലാ കളിയും തമാശയും ഒക്കെ ഉണ്ട്. അത് മക്കളോടാ കൂടുതലും നമ്മളെക്കാട്ടിലൊക്കെ. പിന്നെ ഈ പറയുന്ന റൊമാൻസ് അത് പണ്ടും പറയും സുഹൃത്ത്, എനിക്ക് മനസ്സിലാവുന്നില്ല, ഇങ്ങനെ ഭാര്യയും പറഞ്ഞ റോഡിൽ കൂടെ പാടിക്കൊണ്ട് നടക്കൂടി ഞാനൊക്കെ ചോദിക്കുമല്ലോ, ഞാൻ എന്ത് പറയും. അത് അത്രയും ഇഷ്ടപ്പെട്ട ബഹുമാനമുള്ള സംവിധായകരോട് ചോദിക്കും, എന്തോന്ന് എൻ്റെ പൊന്ന സാറേ ചുമ്മാതെ നമ്മൾ ഇതൊക്കെ എവിടെ ഇങ്ങനെയൊക്കെ പറയാം. അദ്ദേഹത്തിൻ്റെ വർത്താന രീതി അറിഞ്ഞൂടെ, അതൊക്കെ ഒരിത് വലിയതാണ്. അതിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, പണ്ട് അംബിക ശരം എന്ന് പറയുന്ന പടം, എന്തോന്ന് ചേച്ചി ഞാൻ വലിയ കാര്യത്തിൽ കൊഞ്ചിയാകത്തിട്ട് പുള്ളി ഇതൊക്കെ പറഞ്ഞിട്ട് ഇതാണ് പ്രേമോന്ന്. ഞാൻ പറഞ്ഞു ഇതിപ്പോൾ ഞാൻ ആരോടെ കഴിക്കാനാവും. ഭാരതി പണ്ടെടുത്ത് പറയാത് ഇന്താളാ ഇവനെ ഞാൻ ഈ കാതലിക്കറ, ഇവനക്ക് കാതലിനാ എന്നാ തെരുമാ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെന്താ വെച്ചാൽ പുള്ളിയുടെ ഒരു മുഖഭാവം എപ്പോഴും ഓവർ, അത് തന്നെയാണ് രാജുവിടെ ഏറ്റവും ഓവർ ചിരിയും ഓവർ വർത്തമാനവും, തോളത്തൂടെ കൈയിട്ട് ചേട്ടോ അളിയോ അത് വളരെ കുറവാണ് സത്യം. അത് തന്നെയാണ് രാജുവിനെ അതിന് കിട്ടത്തില്ല. പക്ഷേ രാജുവിന് സ്നേഹമുള്ളവരെ രാജു മനസ്സിൽ കൊണ്ട് നടക്കും, എന്തും ചെയ്യും അവർക്ക് വേണ്ടി. ഇന്ദ്രനും ഞാനും അങ്ങനെയല്ല, അത് പണ്ട് സുഖട്ട കളിയാക്കും. ഞങ്ങളിങ്ങനെ ആരെങ്കിലുമൊക്കെ വന്നാൽ കുശലം പറയുന്നതൊക്കെ ഞാനോ ഇന്ദ്രനോ ആയിരിക്കും. എന്നാൽ അതിനെ ഒരിക്കലും സുഖട്ടം പറയുകയും ചെയ്തു, ഞാൻ എന്തോ സുഖട്ട ഇങ്ങനെ ഓരോരുത്തരൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ചൂടെ. അതായത് ഞാനും നീ സംസാരിക്കുന്ന അതേ ലെവലിൽ സംസാരിച്ചാൽ മേലാൽ ആ മനുഷ്യൻ ഈ വീട്ടിൽ വരത്തില്ല, അയാൾക്ക് വെള്ളം കുടിക്കാൻ നീ സമയം കൊടുത്തില്ലെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ വരും. അല്ലാതെ അങ്ങനത്തെ കാര്യങ്ങളാണ്. അദ്ദേഹം വളരെ സത്യമാണ്, കുറച്ചൊരു ഗൗരവത്തിലിരിക്കുന്നെങ്കിലും അദ്ദേഹത്തിന് കാര്യങ്ങളെക്കുറിച്ചെല്ലാം അറിയാം. അദ്ദേഹത്തിലൂടെ കിട്ടിയ ബുദ്ധിയും വിവരവും ജ്ഞാനവുമാണ് എൻ്റെ മക്കൾക്ക്, അല്ലാതെ ഞാനല്ല. എല്ലാവരും നല്ലതാന്ന് പറയുന്ന ഒരു ബുക്കേ വായിക്കാറുള്ളൂ. ഇതങ്ങനെയല്ല, എൻ്റെ ചേട്ടൻ്റെ കൂട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എയർപോർട്ടിൽ കാണുന്ന സകല പുസ്തകങ്ങളും സുഖമായിട്ട് വാങ്ങിക്കും. അങ്ങനത്തെ ഒരിതുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഈ മക്കളും പുസ്തകം ഒക്കെ എല്ലാം വായിച്ചിരിക്കുന്നവരാണ്. മല്ലികമ്മ സുമാര സാറ് പെട്ടെന്നായിരുന്നു ഇവിടുന്ന് വാനിഷായി പോയിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് മല്ലികമ്മ എന്നെ സർവൈവ് ചെയ്തെടുത്തത്? അതായത് സൂട്ടൻ മരിക്കുന്ന സമയത്ത് ഞാൻ തന്നെയായിരുന്നു അടുത്തുണ്ടായിരുന്നത്. ഞങ്ങൾ മൂന്നാറിൽ നിന്ന് വരുന്ന വഴിക്ക് ഇന്ദ്രനും ഉണ്ട്. അപ്പം ആ അവധിയാണ്. അപ്പോൾ ഇന്ദ്രനെ അടുത്ത എൻട്രൻസിന് വിടാനായിട്ട് പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ SSBക്ക് പോയി. അത് എന്തായാലും നീ പോകണം, അതെന്താണെന്ന് നീ അറിഞ്ഞിരിക്കണം എന്നൊക്കെ പറഞ്ഞ് പോയപ്പോൾ അത് ഇവിടെ അത് സാരമില്ല, നമുക്ക് തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും അഡ്മിഷൻ വാങ്ങിക്കാം, അത് പോയില്ലെങ്കിൽ തന്നെ. പക്ഷേ നീ അതൊന്ന് അറിയാം വഴി ഞാൻ പറയും ചെയ്തു കേട്ടോ. അത് പോയതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ടായപ്പോൾ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് SSB ഇത്രയും ഒരു ടഫ് ട്രെയിനിങ് ആണെന്ന് എന്നൊക്കെ മുമ്പെന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഊട്ടിയിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പുള്ളി ഇങ്ങനെ രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് പുറത്ത് വേദന. അപ്പം ഞാൻ വിചാരിച്ചു എന്താ ഇങ്ങനെ പറയാറില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെയും പറയും ഇവിടെ. അപ്പം ഞാൻ എൻ്റെ കയ്യിലൊരു ചേട്ടനൊക്കെ കൊണ്ടുതരുന്ന ബെൻഗി എന്ന് പറഞ്ഞൊരു ഓയിൻമെൻ്റ് ഉണ്ട്, അതൊക്കെ പുരട്ടി എന്താ ഇങ്ങനെ ശ്വാസം വിടുമ്പോൾ ഞാൻ അയ്യോ എന്തോ സുഖട്ടാ, നമുക്കൊരു കാര്യം ചെയ്യും, ഇവിടെ അന്ന് മൂന്നാറിൽ ടാറ്റയുടെ ഒരു ഹോസ്പിറ്റലുണ്ട്, നമുക്ക് അതൊന്നും വേണ്ട അതൊക്കെ പറഞ്ഞ് ഷർട്ടും ഒക്കെ എടുത്തിട്ടിട്ട്. അപ്പോൾ ഞങ്ങളുടെ വണ്ടി കിടക്കുന്ന ഫോറസ്റ്റ് ഓഫീസിൻ്റെ മുറ്റത്താണ്. അതിങ്ങനെ ഇറങ്ങി ഒരു ചെറിയ കയറ്റം കയറി അങ്ങനെ പോകണം. അപ്പോൾ അതൊക്കെ പുള്ളി പതുക്കെ കയറിയപ്പോൾ അപ്പോൾ എനിക്കൊരു സംശയമുണ്ട്, ഈ നെഞ്ച് ഇവിടെ വേദനെടുക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ. എന്നാലും ഞാൻ നോക്കി പുള്ളി ഈസിയായിട്ട് കയറി വന്നു, കാറിൽ കയറി. അപ്പോൾ ഞങ്ങൾ ഇതുവഴിയാണ് വരുന്നത്, ഈ പൊള്ളാച്ചി പാലക്കാട് റൂട്ടിൽ കൂടെ വരുന്നത്. അങ്ങനെ ഏതാണ്ട് ഒരു പാലക്കാട് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഇതൊരുമാതിരി ഡിസ്റ്റർബിങ് പെയിനായിട്ട് മാറുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് നമുക്ക് എവിടെയെങ്കിലും നിർത്തി ഒന്ന് കാണിച്ചിട്ട് അതല്ലാന്ന് എന്ന് പറഞ്ഞിട്ട് പിന്നെ പുള്ളി സിഗരറ്റ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ സിഗരറ്റ് എന്തായാലും വലിക്കണം. കണ്ടമാനം നല്ലോണം സ്മോക്ക് ചെയ്യുമായിരുന്നു സോഡ്. പിന്നെ എങ്ങനെയോ എറണാകുളത്തെത്തി. കരുണാകര സാറിൻ്റെ മകൾ നമ്മുടെ പത്മജയുടെ അവിടെ ഞങ്ങൾ എപ്പോഴും കയറി വന്ന്, മറ്റേ പത്മയുടെ ഹസ്ബൻഡ് ഡോക്ടർ വേണുഗോപാലിൻ്റെ അമ്മയുണ്ട് അവിടെ. അപ്പോൾ സാധാരണ ഞാൻ കരുണാകരൻ സാറിൻ്റെ ഭാര്യ ഉള്ളപ്പോഴും അതെ, വേണുവിൻ്റെ അമ്മയുള്ളപ്പോഴും ഈ അമ്മമാരെ എനിക്ക് വലിയ കാര്യമാണ്, എന്നോടും അതുപോലെ സ്നേഹമായിരുന്നു. അപ്പം ഞാൻ പോയി കാണും, വേണുവുണ്ട് പത്മജയുണ്ട്, ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ഒരു ഇതാണ്. അങ്ങനെ അവിടെ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ച് ഡോക്ടർ വേണുഗോപാലിൻ്റെ വേണു ഇങ്ങനെ സുഖമായിട്ട് അവിടെ നിന്ന് ഇരിക്കുമ്പോഴേ ഉണ്ട്. പക്ഷേ ഇപ്പോഴും ഇവിടെ അമ്മ എനിക്കൊരു ചൂട് ചായ എടുത്താട്ടെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ചായയും കുടിച്ചേച്ച് ഇങ്ങനെ 2 തലയാണ വെച്ച് അങ്ങനെയൊന്നും ഇരിക്കുന്ന ആളല്ല. അവിടെ വല്ല പേപ്പറും ഒക്കെ വായിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ എന്താ സുഖട്ടെ എന്തോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ വേണു പറഞ്ഞാൽ അങ്ങനെ എന്തൊക്കെ ഒരു കാര്യം ചെയ്യാം, ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവരാം ഒരു ഡോക്ടറെ, നമുക്ക് ECG ഒക്കെ ഒന്ന് നോക്കിയേക്കാം എന്നും പറഞ്ഞ് ഡോക്ടർ കമ്മത്തായിരുന്നു തോന്നുന്നു. അത് വന്നു കഴിഞ്ഞ് പുള്ളി നോക്കിയപ്പോൾ അയ്യോ നമുക്കൊന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ട് ഒരു ചെറിയ ഫ്ലക്ച്വേഷൻ കാണും, പ്രഷറുണ്ടോ അദ്ദേഹത്തിന്? ഞാൻ ഉണ്ട്, പ്രഷറിൻ്റെ മരുന്നും ഡയബറ്റീസിൻ്റെ മരുന്നുമാണ് അദ്ദേഹം കഴിക്കുന്നതെന്ന് പറഞ്ഞു.
അങ്ങനെ കൊണ്ടുപോകാൻ നേരത്ത് ഡോക്ടർ പറയലേ നടക്കല്ലേ നടക്കല്ലേ. അപ്പോൾ ഞാൻ എന്താ അല്ല വേണ്ട നല്ല ഫ്ലക്ച്വേഷൻസ് കാണുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പം തൊട്ട് എനിക്കൊരു പേടിയായിപ്പോയി. അങ്ങനെ അദ്ദേഹത്തിനെ കസേരയിൽ അപ്പോൾ സുവർണമൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എന്തോ ഇരിക്കാൻ പറഞ്ഞാൽ എനിക്ക് നടന്ന് കാറി കയറി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പുള്ളി. പക്ഷേ പുള്ളിക്കും എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്നുള്ളത് മനസ്സിലായി. പക്ഷെ അത്ര സീരിയസ് ആണെന്ന് പുള്ളിയും ധരിച്ചിട്ടില്ല. അവിടെ കൊണ്ടുപോയി നേരെ ICUലോട്ട് അഡ്മിറ്റ് ചെയ്ത്. അവിടെ കിടന്നു 3 ദിവസം കിടന്നപ്പോൾ ഏതാണ്ട് വീണ്ടും ഒന്ന് സ്റ്റെബിലൈസ്. അപ്പോഴത്തേക്കും ഞാൻ ഇവിടുന്ന് രാജുവിനോട് മോനെ പിറ്റേ ദിവസം വരണേ പോയി. പിറ്റേ ദിവസം പക്ഷേ രാജു സൈനിക് സ്കൂളിൽ നിന്ന് അവിടെ ഉച്ചയ്ക്ക് എത്തി. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ജനാർദ്ദനൻ ചേട്ടൻ വന്ന് ചുമ്മാടാ ഇവളെ സിഗരറ്റ് വലിക്കാതിരിക്കാൻ വേണ്ടി എന്നെ പിടിച്ച് ഇവിടെ കിടത്തി ഇങ്ങനെയൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കും തോന്നിയോ എല്ലാം കുറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം ക്ലാസ് കളയേണ്ട പറഞ്ഞ് രാജുവിനെ തിരിച്ച് ഇങ്ങോട്ട് വിട്ടു രാവിലെ. അങ്ങനെ രാജു സൈനിക് സ്കൂളിൽ എത്തി എന്നോട് ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് വെച്ച് ഇതുപോലെ ചാരി ഇരുന്ന് പേപ്പർ വായിക്കുക. ഞാൻ അപ്പോൾ അപ്പോൾ തൊട്ടടുത്ത് റൂം തന്നു. അവിടെ ഇരിക്കുമ്പോൾ ഇന്ദ്രൻ പത്മജയുടെ വീട്ടിലാണ്. പെട്ടെന്ന് വീണ്ടും സുഖം ചാടി ഇങ്ങനെ എഴുന്നേറ്റു. എന്താ സുഖം എന്തോ ഒരു ചെറിയ പെയിൻ പോലെ വരുന്നുണ്ടല്ലേ. ഞാൻ പെട്ടെന്ന് സിസ്റ്ററെ എന്ന് വിളിച്ചു. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ തോളത്ത് പിടിച്ചിരിക്കുക. എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഇറുകി പിടിക്കുന്നത്. അപ്പോൾ ഞാൻ വിളിച്ചപ്പോഴത്തെ സിസ്റ്റർ ഓടി ചോദിച്ചു. അപ്പോൾ ഉടുപ്പിട്ടിട്ടില്ല പുള്ളിക്കാരൻ. അതൊക്കെ വലിയ ഈ പറഞ്ഞതിൻ്റെ ഹോസ്പിറ്റലാണ് ആൾക്കാർ നോക്കുമെന്നൊക്കെ അറിയാം. അതിൻ്റെ ഒരു ഇതും കൂടെ പറയല്ലേ സാർ നടക്കണ്ട ഞാൻ വീൽ ചെയർ കൊണ്ടുവരാൻ വീൽ ചെയർ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ഉടനെ ഇന്ദ്രനെ വിളിച്ചിട്ട് അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഫോണിൽ വിളിച്ചിട്ട് പക്ഷേ മോനെ ഒന്ന് വരാമോ അച്ഛൻ എന്തോ ഒരു നെഞ്ചുവേദന പോലെ. അപ്പോൾ അവർ പെട്ടെന്ന് വീണ്ടും ICU കൊണ്ടുവന്നു. പാവം വേണുവിൻ്റെ അമ്മയും മോനും കൂടെ ഓടി വന്നിട്ട് ICUലോട്ട് മാഡം ഇവിടെ ഇരുന്നാട്ടെ വെളിയിൽ ഇരുന്നാട്ട് അമ്മ ഒരു കസേരയൊക്കെ എടുത്തിട്ട് തന്നു. ഇന്ദ്രനെ വിളിച്ചു അകത്തോട്ട് കയറിയിട്ട് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ ഇന്ദ്രൻ വെളിയിൽ വന്നിട്ട് അങ്ങ് കരഞ്ഞു. അമ്മ എന്തോ അച്ഛന് കൂടുതലാമേ അച്ഛനെ വിളിച്ചിട്ടൊന്നും അറിയുന്നില്ല. അവനെ എനിക്കപ്പോൾ ഒന്നും അങ്ങോട്ട് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം അത്രയും ഒരു മാരകമായ അവസ്ഥ ഞാൻ കണ്ടില്ല. ഞാനപ്പോൾ കുറേ കഴിയുമ്പോൾ 5 മിനിറ്റ് ഡോക്ടർ വിളിച്ച് മാഡത്തിന് വേണമെങ്കിൽ വരാം അങ്ങോട്ട് കുറച്ച് ഒരു ക്രിറ്റിക്കലാണ് സംഭവം എന്ന് പറഞ്ഞ് ഞാൻ അകത്ത് കയറുമ്പോൾ പുള്ളിക്ക് വിളിക്കുമ്പോൾ അറിയത്തില്ല. പുള്ളി ഇങ്ങനെ ശ്വാസം എടുക്കുന്നുണ്ട്. ഇവർ ഏതാണ്ടൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്യുക അത് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കത് കാണാനേ പറ്റിയില്ല. കാരണം സുവർണനെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എപ്പോഴും ഒരു വീരശൂരപരാക്രമമായിട്ട്. ഞാൻ പറയും എനിക്ക് വല്ലാതെ വരുന്നത് സാർ എനിക്ക് എവിടെയെങ്കിലും ഇരിക്കണം. അപ്പോൾ അവർ പെട്ടെന്ന് എന്നെ പിടിച്ച് അതിൻ്റെ ഇപ്പുറത്ത് ഞങ്ങളുടെ ആ റൂമിൻ്റെ കട്ടിലേക്ക് കൊണ്ട് അമ്മയുടെ ഇവിടെ ഇരുന്നാട്ടെ എന്ന് പറഞ്ഞു. അവിടെ അമ്മയുണ്ട് വേണുവിൻ്റെ അമ്മ. ഒന്നുമില്ല കുട്ടി ദൈവത്തിനെ വിളിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ദ്രൻ വന്നിട്ട് പറഞ്ഞു അച്ഛൻ പോയി അമ്മയെന്ന്. ഞാൻ എന്താണ് കേൾക്കുന്നത് പിന്നീടാണ് ഞാൻ റീവൈൻഡ് ചെയ്യുന്നത് എൻ്റെ ഓർമ്മകളൊക്കെ. പുള്ളിയെ ഞാനിങ്ങനെ കൊണ്ടുവന്ന് ICUലോട്ട് കയറ്റുമ്പോൾ ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ് ഈ ആൾക്കാരപ്പുറം അപ്പുറമൊക്കെ നിൽക്കുന്നത് കൊണ്ട്. അകത്തോട്ട് കയറ്റി ആ ഡോർ അടയുന്നതിന് മുമ്പ് പുള്ളി ഒന്ന് ഇങ്ങനെ നോക്കിയാൽ ഞാൻ എഴുതി പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഇങ്ങനെ എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ പിന്നെ ഞാൻ ആലോചിക്കുകയാണ് ഈ രക്ഷയില്ല വലിയ എന്നാണോ കാണിച്ചതിൻ്റെ അർത്ഥം. അതൊക്കെ പിന്നെ അദ്ദേഹത്തിൻ്റെ മരണശേഷം എനിക്ക് എൻ്റെ തോന്നലുകളാണ് ഞാൻ ഈ പറഞ്ഞത്. ഏതായാലും അങ്ങനെ ഒട്ടും ഓർക്കാപ്പുറത്ത് അദ്ദേഹം പോവുകയും പക്ഷേ എനിക്ക് ഇന്നുമുള്ള അത്ഭുതം എന്ന് പറയുന്നത് പിന്നീട് അങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കാര്യത്തിനും ഒരു നയാ പൈസ ആരുടേത് വാങ്ങിക്കേണ്ടി വന്നില്ല. ഞാൻ നോക്കുമ്പം ഒരു അക്കൗണ്ടിൽ ഇത്ര പൈസ കിടക്കുന്നു, എൻ്റെ പേരിൽ ഒരു FD കിടക്കുന്നു. ഇതൊക്കെ അദ്ദേഹം തന്നെ എൻ്റെ അടുക്കൽ അക്കൗണ്ട് ഞാൻ മറ്റേന്നൊക്കെ പറഞ്ഞ് ഒപ്പുകളൊക്കെ വാങ്ങി തരാം. ഞാനന്ന് ഈ ബാങ്ക് ഇടപാടൊക്കെ പുള്ളി തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ പൂജപ്പുര SBI ആയിരുന്നു ഞങ്ങളുടെ ഒരു ബാങ്ക്. അതിൻ്റെ തൊട്ടടുത്താണ് താമസം. പരീക്ഷാ ഭവൻ്റെ അടുത്താണ് ഞങ്ങൾ താമസിച്ചത്. അങ്ങനെ അവിടെ പിന്നെ പോകുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെയൊക്കെയാണെന്ന്. അത് കഴിഞ്ഞ് ഞാൻ എറണാകുളത്താണ് ഈ സംഭവം. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് ഈ ജാതി പറഞ്ഞ് അടിയുണ്ടാക്കുന്നുണ്ട്. സത്യം 2 എണ്ണം പൊട്ടിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നു അവിടെയാണ്. എൻ്റെ സുഹൃത്തിനെ കൊണ്ട് രാത്രി 12:30 മണിക്ക് ആംബുലൻസ് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല. കുറച്ചധികം സ്ഥലമുണ്ടായിരുന്നു. 10-40 സെൻറ്റ് സ്ഥലമുണ്ടായിരുന്നു. അവിടെ മുഴുവൻ ടാർപ്പാൾ ഇട്ട് വെച്ചിരിക്കുന്നു. ഒരു സൈഡിൽ മേശയിൽ ചായ കാപ്പി പിന്നെന്താ ഈ മുറുക്കാൻ സിഗരറ്റ് അത് ഇത് ഒക്കെ ആയിരുന്നു. എന്തൊക്കെയോ ഇങ്ങനെ 2 മേശയിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തുറന്ന ചായ. അപ്പോൾ എനിക്ക് ഒന്നും അറിയാൻ വയ്യ. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും അവിടെ നിൽപ്പുണ്ട്. ഞാനിങ്ങനെ ചെന്ന് പറഞ്ഞ് എൻ്റെ അമ്മയെ ഇവിടെ കൊണ്ടുപോയി സുഖണ്ണ എനിക്കറിയത്തില്ല ഇത്ര പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്. പിറ്റേ ദിവസം ആയപ്പോൾ ഞാൻ എന്തോ അമ്മ ഇന്നലെ ആരാണ്ട് ഇവിടെ. പക്ഷേ അയ്യോ എൻ്റെ മോളെ ഈ സംഭവം അറിഞ്ഞപ്പോൾ തൊട്ട് നമ്മുടെ മുൻവശത്തെ ബായി ബുഹാരി അവിടെയുള്ള സകല മുസ്ലിം സഹോദരങ്ങൾ ക്രിസ്ത്യൻ ആളുകൾ അവരുടെ കടകൾ ഇവരെല്ലാവരും കടയടച്ചിട്ട്
അയ്യോ ഞങ്ങളുടെ സുകുമാരൻ സാർ ദൈവമേ, സുകുമാരൻ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. അങ്ങനെ ഒരു ജാതിയൊന്നും പറയത്തില്ല ആരും. അത് ഇവർക്കും അറിയാം. ഈ പണ്ടത്തെ ഇതിൻ്റെ പ്രമുഖരെൻ്റെ കുഞ്ഞുങ്ങളെ ശാഖയെ കൊണ്ടുപോയ കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ, അവർക്കൊക്കെ അറിയാം ഞങ്ങളെ. ഇപ്പം കിടന്ന് പറയുന്നതിൻ്റെ അത്രയ്ക്ക് വില കൊടുത്താൽ മതി, നമ്മൾ നോക്കണ്ട. അപ്പോൾ അത് ഇവരെല്ലാവരും ആ രാത്രിയിൽ ഓരോരുത്തർ വരാൻ തുടങ്ങി. അപ്പോൾ എനിക്കും ഒരു അതിശയം, ഇതെങ്ങനെ അറിഞ്ഞ് ഇതിനോടകം. അപ്പോൾ സ്വാഭാവികമായിട്ടും അല്ല, രാത്രിയാണെങ്കിലും അപ്പോഴേ ന്യൂസിലെങ്ങാനും വന്നോ അതോ ഇനി നേരം വെളുത്തപ്പോൾ പറഞ്ഞിട്ട് ഏതാണ്ട് ഒരു 3 മണി തൊട്ട് ആൾക്കാർ വരും. അപ്പോഴത്തേക്ക് എടപ്പാളിൽ അറിയിച്ചു, സുഖേട്ടൻ്റെ വീട്ടിൽ ഉള്ളവരൊക്കെ വന്നു. അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി അപ്പോഴത്തേക്കും. അങ്ങനെ ഞാൻ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ കുറച്ചു കാലം ഞാൻ വിചാരിച്ച ജീവിതം തീർന്നത്. പക്ഷെ പിന്നീട് ഞാൻ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് മക്കൾ നല്ല മിടുക്കരായിട്ട് പഠിക്കണം, വളരണം, സൈനിക സ്കൂളിൽ കൊണ്ട് ചേർത്തതിനാണ്. അത് അവർക്ക് അവരുടേതായ ഒരു ഐഡൻറ്റിറ്റി വേണം, ഒരു സ്റ്റാറ്റസ് വേണം. ചുമ്മാ കണാകുണമെന്ന് പറഞ്ഞ് നടക്കുന്ന പിള്ളേരായിട്ട് നടക്കരുത്. എപ്പോഴും പറയും, മോനെ എവിടെയെങ്കിലും ചെന്ന് വെച്ചാൽ 4 കാലം നിൽക്കണം, അതിന് അച്ഛൻ സൈനിക സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നത്, സംസാരിക്കാൻ പഠിക്കണം. ഞാൻ പറയുന്നതാണ്. എനിക്ക് എൻ്റെ മക്കൾക്കുള്ള നല്ല ശീലങ്ങളുടെ എല്ലാം ഈ പറഞ്ഞതുപോലെ ഞാനടക്കമുള്ളവർ കേട്ട് പഠിച്ചത് സുഖേട്ടൻ്റെ ഉപദേശങ്ങളിലൂടെയാണ്. ഞാൻ ഇന്നത് വിചാരിക്കും, ദൈവമേ എന്തെല്ലാം കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. അതുപോലെ എല്ലാ അച്ഛനമ്മമാരും പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അവിടെ നിന്ന് തുടങ്ങി ഒരു 3-4 മാസം ഞാനങ്ങ് ഡള്ളായി. അപ്പോൾ കാണാം പിള്ളേർ ഡള്ളാവുന്നത്. ഞാൻ വരുമ്പോൾ ഞാനും എൻ്റെ അമ്മയും കൂടെ, അമ്മ എൻ്റെ കൂടെ വന്നു. ഒരു കട്ടിൽ കിടക്കും. ഇതെന്താ അമ്മ ഇങ്ങനെ എപ്പോഴും കിടക്കുന്നതെന്ന് പറഞ്ഞുകൂടെ ഓടി വന്ന് എൻ്റെ അടുത്ത് കിടക്കുക, എന്താ അമ്മേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ എന്നൊക്കെ അവർക്ക് മനസ്സിലായി ഞാൻ എന്തോ അതിൽ നിന്ന് അങ്ങോട്ട് റിക്കവർ ആയിട്ടില്ലെന്നുള്ളത്. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി, കുഞ്ഞെ സൂര്യ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു, നീ തന്നെയല്ലേ ഞങ്ങളോടൊക്കെ പറഞ്ഞേ, നീ ഇങ്ങനെ ആയാൽ അവർ ഇച്ചിരി മാനസികമായിട്ട് അവർക്കൊരു ചെറിയ വ്യത്യാസം വരും, നീ ഇച്ചിരി സ്മാർട്ടായിട്ടൊക്കെ നിന്ന് കാണിക്കുക, നിൻ്റെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് വരിക എന്നുള്ളത് നിൻ്റെ ആഗ്രഹമല്ലേ, സുഖുവിൻ്റെ ആഗ്രഹമല്ലേ എന്നൊക്കെ അമ്മ കൂടെ നിന്ന് ഉപദേശിച്ച്. പിന്നെ ഞാനൊരു ക്രമേണ ഒരു 5-6 മാസം കൊണ്ട് ഞാനൊരു ധൈര്യശാലിയായി. പിന്നെ ഞാൻ എല്ലാ കാര്യത്തിലും അവരുടെ ഒരു സുഹൃത്തിനെ പോലെ നിൽക്കുക. ഇന്ദ്രനെ കോളേജ് ചേർത്തപ്പോൾ ഞാൻ എല്ലാ വീക്കെൻഡിലും അവിടെ പോവുകയോ, സത്യം അത് അന്ന് എസ് എ രാജ കോളേജുകാരൊക്കെ ഉണ്ടല്ലോ, സാറുമാർ താമസിക്കുന്ന ഒരു ഫ്ലാറ്റാണ് മോന് കൊടുത്തത്. ഈ സുകുമാരൻ സാർ ലാസ്റ്റ് ഇവിടെ വന്നിട്ട് എൻട്രൻസ് എഴുതാത്തതിനെ പറ്റിയും മക്കളെങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെ അദ്ദേഹത്തിൻ്റെ മകനും പറയുന്നത്. ഒരു ഫ്ലാറ്റ് കൊടുത്ത് അമ്മയ്ക്ക് എപ്പോൾ വേണേലും മോൻ്റെ അവിടെ വന്ന് താമസിക്കാമെന്നൊക്കെ പറയും. സാധാരണ കുട്ടികൾക്ക് അവരുടെ റൂമാണ്. എല്ലാ ആനുകൂല്യങ്ങളും എവിടെ പോകുമ്പോഴും ദൈവമേ ഈശ്വരൻ കൊണ്ട് തന്നായിരിക്കും. ഞാനൊന്നും ആവശ്യപ്പെട്ടിട്ടല്ല. അതെല്ലാം എവിടെ പോകുമ്പോഴും ഞാൻ വിളിക്കുന്ന ഈ പറയുന്ന ദൈവങ്ങളത് റെഡിയാക്കും. ഇന്ദ്രൻ പഠിച്ചു, ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായി, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പാസ്സായി വന്നു. അപ്പോഴാണ് രാജു പറയുന്നത്, അമ്മേ ഞാനൊരു ടെസ്റ്റ് എഴുതി IDP ഓസ്ട്രേലിയ മദ്രാസിൽ 2nd റാങ്ക് ഉണ്ട് എനിക്ക്. എന്തോ അമ്മനെ അല്ലല്ല ഓസ്ട്രേലിയയിലെ അമ്മേ, ടാസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ ഹൊബാർട്ടിലോ അവിടെ കിടന്നൊക്കെ എന്തൊക്കെ പറഞ്ഞു. അതും ഈ പറഞ്ഞതിലോട്ട് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഡിഗ്രി, ബാച്ചിലേഴ്സ് ഡിഗ്രി. അപ്പോൾ ഞാൻ അയ്യോ മോനെ, അല്ല അമ്മയുടെ ഇതിൻ്റെ ഒരു പൈസയുടെ കാര്യത്തിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഹൗസിംഗ് ലോൺ എടുക്കാമേ, അതിന് ടൈമൊക്കെ ഉണ്ട്. അവൻ എനിക്ക് പറഞ്ഞു തരും. ഞാൻ പറയൂടാ അതൊന്നും അല്ല, അപ്പോൾ നീ അങ്ങ് പോകുമോ എന്നൊക്കെ ചോദിച്ചു ഞാൻ. അപ്പോഴത്തേക്ക് അതൊരു ചെറിയ പ്രയാസം ഉണ്ടെന്ന് അവന് മനസ്സിലായി. പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ചു ഇത്രയും കഷ്ടപ്പെട്ട് അവൻ പോയി ഇൻ്റർവ്യൂ ഒക്കെ ഇത്ര നല്ല മാർക്കൊക്കെ വാങ്ങിച്ചതല്ലേ. അങ്ങനെ രാജു ഓസ്ട്രേലിയയിൽ പോന്നു. അതിവിടെ ഇരിപ്പുണ്ട് സർട്ടിഫിക്കറ്റ്. ഫസ്റ്റ് ഇയർ അവന് ഒരു ഇത് കിട്ടിയത്, എന്തോ ഒരു ലോട്ടസ് ഏതോ സംതിങ്, അതായത് ഏറ്റവും നല്ല ഒരു സ്റ്റുഡൻറ്റ് ഞാൻ അന്ന് ഇന്ത്യയിൽ നിന്ന് പോയ പിള്ളേർ എനിക്ക് തോന്നുന്നു ആദ്യം കിട്ടുന്നത് രാജുവിനത്. അങ്ങനെ 2nd ഇയർ കഴിഞ്ഞ് 3rd ഇയർ ആവുന്നതിന് മുമ്പായിട്ടാണ് ഞാനിവിടെ ട്രസ്റ്റിൻ്റെ ഒരു ഫംഗ്ഷൻ, സുഖൻ്റെ പേരിൽ ഇന്നും ഒരു ട്രസ്റ്റ് ഉണ്ട്. അന്ന് ഞാനത് വലിയ ഗംഭീരമായിട്ട് ഒരുപാട് മമ്മൂട്ടി, മോഹൻലാൽ അടക്കം സകലമാന പേരുമെന്ന് ഞാൻ ഉദ്ഘാടനമൊക്കെ നടത്തി. ഇന്നും അതിൻ്റെ ഒരു ഭാഗത്തൂടെ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നെങ്കിലും പരസ്യം ചെയ്യല. കാരണം അന്നത് നടത്തിയതിന് എൻ്റെ സുഖത്തിന് വേണ്ടി തുടങ്ങിയാന്ന് പറഞ്ഞതിന് വരെ പിള്ളേർ അന്ന് അവിടെ വെച്ചിട്ടാണ് പാവൻ രാജുവിന് നന്ദനം എന്നൊരു പടത്തിൽ അഭിനയിക്കണം. ഇവനെ ഞാൻ പാച്ചിക്കയുടെ ഫാസിൽ സാറിൻ്റെ വീട്ടിൽ വെച്ചൊരു വീഡിയോ കണ്ടു എന്നൊക്കെ പറഞ്ഞ് രഞ്ജിത്ത് വിളിക്കുന്നു, നടൻ സിദ്ദിഖ് വരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു അയ്യോ അവന് പോകണം, 1 മാസമേ ഉള്ളൂ ഇനി അവധി എന്ന് പറഞ്ഞു. അപ്പോൾ പറയില്ല 30 ദിവസം കൊണ്ട് തീരും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് തീരാതെ വന്നു. അപ്പോൾ എഴുതി ചോദിക്കുന്നു. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് 35 ഇയേഴ്സ് വരെ സമയമുണ്ട് അവിടെ ആ ഡിഗ്രി എടുക്കാൻ. പിന്നെ അങ്ങോട്ട് എവിടെ സമയം? ഞാൻ അവസാനം നിവർത്തിയില്ല, ചോദിച്ചു നീ ഇതെല്ലാം കഴിഞ്ഞ് 35 വയസ്സിനുള്ളിൽ പോയി ഡിഗ്രി എടുത്ത് തിരിച്ചു വരുമ്പോൾ ഇതുപോലെ സിനിമ കിട്ടിയാൽ ഇത് ചെയ്യുമോ? അല്ല സിനിമ വേണ്ടെന്ന് വയ്ക്കത്തില്ല. ഞാൻ പിന്നെ എന്തിനാടാ ഓസ്ട്രേലിയയിലോട്ട് മെനക്കെട്ട് പോകുന്നത്, ഓറിയൻറ്റേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ അതവിടെ കിടന്നോട്ടെ, സാരമില്ല.
എന്നൊക്കെ പറഞ്ഞ് ഏതായാലും എന്തോ ദൈവം അപ്പോഴത്തേക്ക് ആ വഴിക്കാണ് രാജുവിനെ തിരിച്ച് ഇതിൻ്റെ ഇടയിൽ കൂടെ മദ്രാസിൽ ഇത് ഞങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജ് ടെക്നോളജീസ് എന്ന് പറഞ്ഞ് എൻ്റെ ചേട്ടനടക്കമുള്ള ഒരു കമ്പനിയായിരുന്നു. അവിടെ ജോലി ചെയ്ത സമയത്താണ് ഇന്ദ്രന് വിനയൻ സാറിൻ്റെ പടം വരുന്നത്. രഘുമപ്പടന് വിരിയാടാ പയ്യൻ. അവൻ അങ്ങനെ അപ്പോൾ അവൻ ജോലി കളയാതെ തന്നെ അഭിനയിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ അവനും അവിടെ ഇവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അത് സുഖട്ടൻ സൈനിക് സ്കൂളിലിരുന്നൊരു നാടകം കണ്ടപ്പോൾ പറഞ്ഞു, രാജു സംവിധാനം ചെയ്തൊരു നാടകമുണ്ട്, ഇന്ദ്രൻ അഭിനയി, ഇത് 2 സിനിമ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ചട്ടായിട്ട്. അപ്പോൾ അങ്ങനെ വന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ അവർക്കൊരു സ്ട്രോങ് പില്ലറായിട്ട് കൂടെ നിന്നു. അതിലെനിക്ക് അഭിമാനമുള്ളൊരമ്മയാണ് ഞാൻ. ആരെന്തോ പറഞ്ഞോട്ടെ, തള്ള എന്തിന് പറയുന്നു, തള്ളയ്ക്ക് തള്ള് ആയിക്കോട്ടെ, തള്ള തള്ളും. എൻ്റെ കുഞ്ഞുങ്ങളെയാണ് ഞാൻ തള്ളുന്നത്, വല്ല വഴിയെ പോകുന്നതിൻ്റെ പിള്ളേരെ അല്ലല്ലോ ചേടാ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ തള്ളമാരില്ലാത്തതാ ഈ വാചകടിക്കാരുടെയൊക്കെ കുഴപ്പം. സത്യം അത് വേണം പറഞ്ഞാൽ പോരാ. എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എനിക്ക് അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഒരു അതേ ഉള്ളൂ എന്ന് ഡയലോഗ് അടിച്ചാൽ പോരാ. ആ ഗുണം അവരുടെ പെരുമാറ്റത്തിൽ കാണിക്കണം. എപ്പോഴും ഞാൻ രാജു ഇന്ദ്രന് ഫാൻസ് പിള്ളേരോട് പറഞ്ഞേക്കണം, മര്യാദയ്ക്ക് ഉപയോഗിക്കണം ഭാഷ, കണ്ടവാനൊന്നും ഉപയോഗിക്കരുത്. ആ ഭാഷയിൽ നിന്നും ആ നടനാണ് ചീത്ത പേര് വരുന്നത്, അല്ലാതെ നിങ്ങൾ അവർക്കല്ല. അത് എപ്പോഴും വിചാരിക്കണം, എന്താ സാറേ അവരെയൊക്കെ റെസ്റ്റ് അയ്യേ എന്ന് പറയുന്നത്. എത്രയോ വിദേശ സുഹൃത്തുക്കളുണ്ട്, എൻ്റെ ചേട്ടൻ്റെ സുഹൃത്തുക്കൾ, എനിക്കുള്ള എൻ്റെ കോളേജ് ഫ്രണ്ട്സൊക്കെ പറയുന്നത് എന്തിങ്ങനെയൊക്കെ പറയുന്നത് അയ്യേ. അതവരറിയുന്നില്ല. വെറുതെ ആവശ്യമില്ലാതെ നല്ല രീതിയിൽ പെരുമാറുന്ന നല്ല മാന്യന്മാരായിട്ടുള്ള നടന്മാർക്കൂടെ ചീത്തപ്പേര് ഇതുപോലത്തെ ഭാഷ ഉപയോഗിച്ച് ഇവർ വാങ്ങിച്ച് സംഭാവന ചെയ്യുക. ഇതാണ് സത്യം. പിന്നെ പോട്ടെ, ഏതായാലും ദൈവം ഇത്രത്തോളം കൂടെ നിർത്തി. ഇനിയിപ്പോൾ എന്തുവാ അവര് 10-71 വയസ്സായി, ഞാൻ വെട്ടിയൊക്കെ അടുക്കിയിരിക്കുക, എപ്പോൾ വേണേൽ പോറടിയാ, ഒരു ടെൻഷനില്ല. അവരവരുടെ കാര്യം നോക്കിക്കോളും. അവരവരുടെ മക്കൾക്കെല്ലാം ഉള്ളതൊക്കെ ഇഷ്ടംപോലെ അവരെല്ലാം ഉണ്ടാക്കി, വീടുകളും കാര്യങ്ങളും ഒക്കെ. ഇനിയിപ്പോൾ എനിക്കുള്ളതൊക്കെ എൻ്റെ മക്കൾക്കല്ലേ, വേറെ ആർക്കും കൊടുക്കാൻ, എല്ലാവർക്കും ഉള്ളതാണ്. ഇൻഫൈൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മല്ലികമ്മയ്ക്ക് എന്താണ് പറയാനായിട്ടുള്ളത്? അയ്യോ, എല്ലാ പ്രേക്ഷകരോടും എനിക്ക് ആദ്യം പ്രേക്ഷകരോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. കാരണം എന്തെല്ലാം എന്നെ പറഞ്ഞിട്ടും എനിക്ക് വരുന്ന മെസ്സേജുകൾ നിങ്ങൾ വേണമെങ്കിൽ കുറച്ചെടുത്ത് വായിച്ചു നോക്കണം. ഇതിലൊന്നും ഞങ്ങളുടെ മല്ലിക ചേച്ചി തളരരുത്, ഞങ്ങൾ ഓരോരുത്തരും ചേച്ചിയുടെ കൂടെ ഉണ്ട്. ചേച്ചി അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ കുഞ്ഞുങ്ങളാണ് അവരെ ആരെങ്കിലും പറയുമ്പോൾ ഞങ്ങളെ പറയുന്ന പോലെ ഞങ്ങളുടെ വേദന എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഒരു വലിയ, അതൊക്കെയാണ് മോനെ നമ്മുടെയൊക്കെ ധനം എന്ന് പറയുന്നത്. അല്ലാതെ കുറേ കാശുണ്ടാക്കിയിട്ടൊന്നും ചെയ്യാൻ ഒന്നുമല്ല. കാശ് വരും പോവും, എല്ലാ കാശുകാരന്മാർക്കും കാശുണ്ടാക്കും. ചിലപ്പോൾ ഒരു സുപ്രഭാതത്തിൽ എല്ലാം കൂടെ അങ്ങ് പോയതും ഇരിക്കും. അതിലൊന്നും ഒരു കാര്യവും ഇല്ല. നമ്മളെങ്ങനെ പെരുമാറുന്നോ അതിൻ്റെ ഒരു പ്രതിഫലനം എങ്ങനെയാണ് നമുക്ക് കാണുന്നത്, അത് തന്നെയാണ് നമ്മുടെ ധനം. അപ്പോൾ പ്രേക്ഷകരോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എന്നെ, എൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് സ്ത്രീകളായാലും ശരി, സ്ത്രീകൾ കുറച്ച് കൂടുതലായിട്ട് അവരുടെ സങ്കടങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് ഞാനുമായിട്ട്. അതുപോലെ തന്നെ അതെ, എനിക്ക് എൻ്റെ സ്വന്തക്കാരാണെങ്കിലും എൻ്റെ ചേട്ടൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ സഹോദരിമാരുടെ സുഹൃത്തുക്കൾ, അവരുടെ ഭർത്താക്കന്മാരുടെ സ്വന്തക്കാർ, ഇവരെല്ലാവരും പറയുന്നതാണ്. അതൊക്കെ ചുമ്മാ മിണ്ടായിരുന്നു. അത് ഇതൊന്നും പ്രതികരിക്കാൻ എനിക്ക് ചിലപ്പോൾ സങ്കടം വരുമ്പോൾ ഞാൻ വല്ലതും പറയുമ്പോൾ എല്ലാവരും പറയും ചുമ്മാ ചേച്ചി, അയ്യേ ചേച്ചിയുടെ വില പോകും എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ എന്തായാലും ശരി. അപ്പോൾ അതുകൊണ്ട് അവരോടാണ് എൻ്റെ എല്ലാ നന്ദിയും. കാരണം ഇത്രയും കഷ്ടപ്പെട്ട്, അതായത് രാജുവിന് 15 വയസ്സുള്ളപ്പോഴാണ് സുഖോട്ടം പോകുന്നത്. അപ്പോൾ അതിന് ഇതിപ്പോൾ അവർ 42-43 വയസ്സായി. ഈ കണ്ട കാലം അത്രയും ഒരു കുഞ്ഞുങ്ങളെ വലിയ ചീത്തപ്പേരൊന്നും കേൾപ്പിക്കാതെ വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ ഒരു അമ്മയ്ക്കുള്ള കഷ്ടപ്പാടും പ്രയത്നം എന്താണെന്ന് അമ്മമാർക്കേ അറിയുള്ളൂ. അതും സ്നേഹനിധികളായ അമ്മമാർക്കേ അറിയുള്ളൂ. വളർത്താൻ എളുപ്പമാണ്, ചോറ് കൊടുത്താൽ മതി, അത് വളർന്നോളൂ. അതുപോലെ ഒരു ക്യാരക്ടർ മോൾഡിങ് ഉണ്ട്, അത് വലിയ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, എൻ്റെ നന്ദിയും കടപ്പാടും ഈ കേരളത്തിലെ പ്രേക്ഷകരുടെ, കേരളത്തിൽ നിന്ന് മാത്രമല്ല എവിടെല്ലാം മലയാളികളുണ്ടോ അവരോടെല്ലാം എനിക്ക് കടപ്പാടും നന്ദി സ്നേഹമുണ്ട്. മരണം വരെ അതങ്ങനെ തന്നെ നിലനിർത്തുകയും ചെയ്യും. അതാണ് എൻ്റെ ആഗ്രഹം. താങ്ക് യു.